Dear students, all of you welcome to our 6th standard basic science class. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Do you have a beautiful flower garden at your home? നിങ്ങളുടെ വീട്ടിൽ മനോഹരമായ ഒരു ഉദ്യാനമുണ്ടോ? Yes, isn't it? ഉണ്ട്. ഇല്ലേ? Somebody have flower garden at their home. ചില കുട്ടികളുടെ വീട്ടിൽ ഉദ്യാനമുണ്ടായിരിക്കാം. Do you like flowers? എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമല്ലേ? Yes. Is there anyone does not like flowers? പൂക്കൾ ഇഷ്ടമില്ലാത്തവരുണ്ടോ? This chapter is related to flowers. പൂക്കളുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണിത്. The name of this chapter is Flower to Flower. പാഠത്തിൻ്റെ പേര് പൂവിൽ നിന്ന് പൂവിലേക്ക്. Watch this beautiful sceneries. ഈ മനോഹര ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. What do you observe in that video? എന്താണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്, നിരീക്ഷിച്ചത്? Yes, very good. Colorful butterflies flying flower to flower. വർണ്ണഭംഗിയാർന്ന ചിത്രശലഭങ്ങൾ പൂവിൽ നിന്ന് പൂവിലേക്ക് പാറി നടക്കുന്നു. പിന്നെയോ? Beautiful flowers. മനോഹരമായ പൂക്കൾ. And thus, how many flowers names you know? ഇവയിൽ എത്ര പൂക്കളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പൂക്കൾ കാണുന്നതാണ്. List down the names of flowers that you know. നിങ്ങൾക്കറിയാവുന്ന പൂക്കളുടെ പേരുകൾ ഒന്ന് പട്ടികപ്പെടുത്തൂ. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ? All of you wrote it? ഏതൊക്കെ പൂക്കളുടെ പേരുകളാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്? Which are the names of flowers you wrote? Before that, watch this video. അതിനു മുമ്പായി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Dear students, all of you welcome to the world of flowers. പൂക്കളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പൂക്കൾ പരിചയപ്പെട്ടാലോ? ജാസ്മിൻ, മുല്ല, റോസ്, കോസ്മസ്, കേപ്പ് ജാസ്മിൻ, ഗന്ധരാജൻ, ക്ലീറോഡെൻഡ്രോൺ, കൃഷ്ണകിരീടം, ബൗഹീനിയ, മന്ദാരം, ബയോഫൈറ്റം, മുക്കുറ്റി, ല്യൂക്കസ്, തുമ്പ, സീനിയ, ഗ്ലോറിയോസ, മേന്തോന്നി, ഒലിയാൻഡർ, അരളി, സ്നേക്ക് ഗോഡ്, പടവലം, 4 o'clock ഫ്ലവർ, 4 മണിപ്പൂവ്, കാശിത്തുമ്പ, ബാൽസം, മാരിഗോൾഡ്, മല്ലിക, കനകാംബരം, ക്രോസാൻഡ്ര ഓർ ഫയർ ക്രാക്കർ, പംകിൻ ഫ്ലവർ, മത്തൻ പൂവ്, നൈറ്റ് ക്യൂൻ, നിശാഗന്ധി,
ഇക്സോറ തെച്ചി, ക്ലിറ്റോറിയ ശംഖുപുഷ്പം, ഗോൾഡൻ ഷവർ കണിക്കൊന്ന, പ്ലൂമേറിയ ടെമ്പിൾ ഫ്ലവർ ചെമ്പകം, മിക്കേലിയ ചെമ്പകം ഓർ സൺചെമ്പ, ലാൻചാന അരിപ്പൂവ് ഓർ കൊങ്ങിണി, അലമാൻഡ കോളാമ്പി, ഹിബിസ്കസ് ചെമ്പരത്തി. Now tell me some of the flowers you see in that video. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട കുറച്ച് പൂക്കൾ പറയൂ. നിശാഗന്ധി, നൈറ്റ് ക്യൂൻ, കണിക്കൊന്ന, ഗോൾഡൻ ഷവർ, അരളി, ഒലിയാൻഡർ, ബൗഹീനിയ, മന്ദാരം, പംകിൻ ഫ്ലവർ, മത്തൻ പൂ. ഓക്കെ, now look the flowers that I have. ഇനി എൻ്റെ കയ്യിലുള്ള പൂക്കൾ നോക്കൂ. This is ബൗഹീനിയ, ഇത് മന്ദാരം. This is അലമാൻഡ, ഇത് കോളാമ്പിപ്പൂ. What is the major difference between the two flowers? ഈ രണ്ട് പൂക്കളുടെയും പ്രധാന വ്യത്യാസം എന്താണ്? Yes, very good. In color, നിറത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. The color of ബൗഹീനിയ is what? മന്ദാരത്തിൻ്റെ നിറം വെള്ളയാണ്. And the color of അലമാൻഡ is yellow. കോളാമ്പിപ്പൂവിൻ്റെ നിറം മഞ്ഞയാണ്. You see flowers in only these two colors. നിങ്ങൾ പൂക്കൾ ഈ രണ്ട് നിറത്തിൽ മാത്രമാണോ കണ്ടിട്ടുള്ളത്? Somebody is saying the answer. ആരോ ഉത്തരം അറിയുന്നുണ്ടല്ലോ. Very good. No, അല്ല. പൂക്കൾ നമ്മൾ ഈ രണ്ട് നിറത്തിൽ മാത്രമല്ല കണ്ടിട്ടുള്ളത്. Now tell me some of the colors you see in flowers. നിങ്ങൾ പൂക്കളിൽ കണ്ടിട്ടുള്ള കുറച്ച് നിറങ്ങൾ പറയൂ. Red, blue, yellow, light yellow, dark rose, കുങ്കുമനിറം, സാൻഡൽ, ലൈറ്റ് റോസ്, pink. Such variety of colors we can see in flowers. Now look these flowers. ഈ രണ്ട് പൂക്കൾ നോക്കൂ. These two are different colors of അലമാൻഡ. ഇത് രണ്ടും വ്യത്യസ്ത നിറത്തിലുള്ള കോളാമ്പിപ്പൂക്കളാണ്. അപ്പോൾ ഒരേ തരത്തിലുള്ള ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ കാണാം. We can see different colors of flowers in same species plant. അപ്പോൾ പൂക്കളിലുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് നിറം. What is the another difference in flowers? പൂക്കളിലുള്ള മറ്റൊരു വ്യത്യാസം എന്താണ്? Yes, number of petals. ദളങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Look these flowers. ഈ പൂക്കൾ നോക്കൂ. This is Ixora. ഇത് തെച്ചിപ്പൂവാണ്. How many petals does Ixora have? തെച്ചിപ്പൂവിന് എത്ര ദളങ്ങളുണ്ട്? Very good. 4. 4 ദളങ്ങളുണ്ട്. Look this. Which flower is this? ഈ പൂ നോക്കൂ. ഇത് ഏത് പൂവാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പൂവാണല്ലോ ഇത്. Very good. Hibiscus. ചെമ്പരത്തി. How many petals does hibiscus have? ചെമ്പരത്തിക്ക് എത്ര ദളങ്ങളുണ്ട്? 5. 5 ദളങ്ങളുണ്ട്. Look this flower. This is cosmos. ഇത് കോസ്മസ് ആണ്. Cosmos have more petals than Ixora and hibiscus. കോസ്മസിന് ചെമ്പരത്തിയേക്കാളും തെച്ചിയേക്കാളും കൂടുതൽ ദളങ്ങളുണ്ട്. But look marigold. പക്ഷേ മല്ലികയെ നോക്കൂ. Marigold have many petals. മല്ലികയ്ക്ക് ധാരാളം ദളങ്ങളുണ്ട്. Flowers are differ in color and number of
petals. Now I am going to ask you some questions. ഞാനിപ്പോൾ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. Which is the biggest flower in the world? ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ്? Rafflesia. Very good. അപ്പോൾ ഏറ്റവും ചെറുതോ? Which is the smallest flower? Wolfia. Now look these flowers. ഇനി ഈ പൂക്കൾ നോക്കൂ. Can you identify any other differences between the flowers? പൂക്കൾക്കിടയിലുള്ള മറ്റെന്തെങ്കിലും വ്യത്യാസം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? Yes, in size. വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Now we found that flowers are differ in color, number of petals and in size. നാം ഇപ്പോൾ കണ്ടെത്തി പൂക്കൾ നിറത്തിലും ദളങ്ങളുടെ എണ്ണത്തിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന്. പൂക്കൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ വൈവിധ്യമാർന്നിട്ടുണ്ടോ? If flowers make any other differences? If all flowers have fragrance? എല്ലാ പൂക്കൾക്കും മണമുണ്ടോ? No, ഇല്ല. ഇനി മണമുള്ള കുറച്ച് പൂക്കൾ പറയൂ. Now tell me some of the flowers that have fragrance. Rose, jasmine, cape jasmine. Okay, very good. റോസാപ്പൂ, ഗന്ധരാജൻ, മുല്ലപ്പൂ എന്നിവയ്ക്ക് മണമുണ്ട്. Do you see flower blooming? നിങ്ങൾ പൂക്കൾ വിരിയുന്നത് കണ്ടിട്ടുണ്ടോ? If all flowers blooms at same time? എല്ലാ പൂക്കളും ഒരേ സമയത്താണോ വിരിയുന്നത്? No, അല്ല. Some flowers bloom at night and some others bloom at day. ചില പൂക്കൾ രാത്രിയും ചില പൂക്കൾ പകലുമാണ് വിരിയുന്നത്. Now tell me some of the flowers that bloom at night. ഇനി രാത്രി വിരിയുന്ന കുറച്ച് പൂക്കൾ പറയൂ. Nightcune, jasmine, etc. blooms at night. നിശാഗന്ധി, മുല്ലപ്പൂ എന്നിവ രാത്രിയാണ് വിരിയുന്നത്. Now tell me some of the flowers that bloom at day. ഇനി പകൽ വിരിയുന്ന കുറച്ച് പൂക്കൾ പറയൂ. Rose, bauhinia, hibiscus, etc. blooms at day. റോസാപ്പൂ, മന്ദാരം, ചെമ്പരത്തി തുടങ്ങിയവ പകലാണ് വിരിയുന്നത്. Look these flowers. ഇനി ഈ പൂക്കൾ നോക്കൂ. This is Clerodendron. ഇത് കൃഷ്ണകിരീടം. This is hibiscus. ഇത് ചെമ്പരത്തി. Now tell me the similarities between these two flowers. ഇനി ഈ രണ്ട് പൂക്കൾക്കുമിടയിലുള്ള സാമ്യതകൾ പറയൂ. Yes, in color and blooming time. വിരിയുന്ന സമയത്തിനും നിറത്തിനും സാമ്യതകളുണ്ട്. Now tell me the differences between these flowers. ഇനി ഈ പൂക്കൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പറയൂ. Yes, size, shape, etc. വലിപ്പം, ആകൃതി എന്നീ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. Can you identify any other differences? മറ്റെന്തെങ്കിലും വ്യത്യാസം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? Look carefully. Yes, very good. Clerodendron is an inflorescence. Hibiscus is a single flower. കൃഷ്ണകിരീടം ഒരു പൂങ്കുലയാണ്. ചെമ്പരത്തി ഒരു ഒറ്റപ്പൂവാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ? Now tell me more examples for inflorescence. പൂങ്കുലയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പറയൂ. ഗോൾഡൻ ഷവർ, ഇക്സോറ, etc. കണിക്കൊന്ന, തെച്ചി എന്നിവ പൂങ്കുലയാണ്. Now tell me more examples for single flower. ഇനി ഒറ്റപ്പൂവിന് കൂടുതൽ ഉദാഹരണങ്ങൾ പറയൂ. റോസ്, ഹെബിസ്കസ്, ബൗഹീനിയ, കോസ്മസ്, etc. റോസാപ്പൂ, ചെമ്പരത്തി, മന്ദാരം എന്നിവ ഒറ്റപ്പൂവാണ്. Now look these flowers. ഇനി ഈ പൂക്കൾ നോക്കൂ. Can you identify any other differences? നമ്മളിപ്പോൾ പഠിച്ചതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? Yes, very good. Shape, ആകൃതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Now complete this table. ഇനി ഈ പട്ടിക പൂർത്തിയാക്കൂ. All of you listen the table. എല്ലാവരും പട്ടിക ശ്രദ്ധിച്ചില്ലേ? Complete the table and send it to your subject teacher. If flowers have only differences, if there is some similarities,
പൂക്കൾക്കിടയിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്? ചില സാമ്യതകളുമില്ലേ? All of you draw a picture of your favorite flower. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ ചിത്രം വരയ്ക്കൂ എല്ലാവരും. All of you draw it. എല്ലാവരും വരച്ചല്ലോ. Which are the parts you draw? ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ വരച്ചിട്ടുള്ളത്? Did you draw this part? നിങ്ങൾ ഈ ഭാഗം വരച്ചുവോ? What is the name of this part? എന്താണ് ഈ ഭാഗത്തിനെ പറയുക? Yes, very good. ഇതളുകൾ. ഇതളുകളെ നമുക്ക് ദളങ്ങൾ എന്ന് വിളിക്കാം. It is petals. വേറെ ഏതെങ്കിലും ഭാഗം വരച്ചിട്ടുണ്ടോ? Do you draw any other parts? ഓ, പൂമ്പൊടിയുള്ള ഭാഗം വരച്ചിട്ടുണ്ടല്ലേ. എന്താണ് ആ ഭാഗത്തെ പറയുക? അറിയില്ല. അപ്പോൾ പൂവിൻ്റെ ഈ ഭാഗത്തിന് എന്താണ് പറയുക? അറിയില്ലല്ലേ. അപ്പോൾ നമുക്ക് പൂവിൻ്റെ വിവിധ ഭാഗങ്ങളെ വിശദമായി ഒന്ന് പരിചയപ്പെടാം. Now let's observe the various parts of a flower. Let's start with the hibiscus. നമുക്ക് ഈ ചെമ്പരത്തി പൂവിൽ നിന്ന് തന്നെ തുടങ്ങാം. This is pedicel. ഇത് പൂഞ്ഞെട്ട്. What is the function of pedicel? എന്താണ് പൂഞ്ഞെട്ടിൻ്റെ ധർമ്മം? മനസ്സിലാകുന്നില്ലല്ലേ. ഇത് പൂവ്, ഇത് ചെടിയുടെ തണ്ട്. ഇവയ്ക്കിടയിൽ പൂഞ്ഞെട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? This is flower. This is the plant. If there is no pedicel in between the flower and the plant, what is the problem? ഇപ്പോൾ പൂഞ്ഞെട്ടിൻ്റെ ധർമ്മം മനസ്സിലായില്ലേ? What is the function of pedicel? എന്താണ് പൂഞ്ഞെട്ടിൻ്റെ ധർമ്മം? Yes, pedicel connect the flower with the plant. പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ഈ ഭാഗം നോക്കൂ. At the top of pedicel, അല്പം തടിച്ച് പരന്നിരിക്കുന്ന ഈ ഭാഗമാണ് പുഷ്പാസനം അഥവാ തലാമസ്. This is thalamus. What is the function of thalamus? എന്താണ് പുഷ്പാസനത്തിൻ്റെ ധർമ്മം? പുഷ്പാസനമില്ലെങ്കിൽ പൂവിൻ്റെ ദളങ്ങളും മറ്റു ഭാഗങ്ങളും എവിടെയായിരിക്കുക? If there is no thalamus, where the petals and the other parts of flowers sit? ഇപ്പോൾ പുഷ്പാസനത്തിൻ്റെ ധർമ്മം മനസ്സിലായല്ലോ. What is the function of thalamus? Yes, thalamus hold different parts of the flowers. പുഷ്പാസനം പൂവിൻ്റെ ദളങ്ങൾക്കും മറ്റു ഭാഗങ്ങൾക്കും ഇരിപ്പിടമൊരുക്കുന്നു. ഇനി ഈ ഭാഗം നോക്കൂ. A green part like cup. പുഷ്പാസനത്തിന് മുകളിലായി പച്ച നിറത്തിൽ കപ്പ് പോലിരിക്കുന്ന ഈ ഭാഗമാണ് വിതളങ്ങൾ അഥവാ കാലിക്സ്. This is calyx. What is the function of calyx? എന്തായിരിക്കാം കാലിക്സിൻ്റെ ധർമ്മം? മനസ്സിലാകുന്നില്ലല്ലേ. എന്നാൽ ഈ പൂമൊട്ടിലേക്ക് നോക്കൂ. ഇവിടെ എവിടെയാണ് നാം നേരത്തെ പരിചയപ്പെട്ട ദളങ്ങളുള്ളത്? ദളങ്ങൾ വിതളങ്ങൾക്ക് ഉള്ളിലല്ലേ. ദളങ്ങളെ വിതളങ്ങൾ പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് വിതളങ്ങളുടെ ധർമ്മം? What is the function of calyx? Calyx protect the flower when it is a bud. വിതളങ്ങൾ പൂ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. ഇനി ഈ വിരിഞ്ഞ പൂവിലേക്ക് നോക്കൂ. ഇവിടെ എന്താണ് വിതളങ്ങളുടെ ധർമ്മം? Yes, it holds petals after the flower blooms. പൂ വിരിഞ്ഞതിന് ശേഷം പൂവിൻ്റെ ദളങ്ങളെ താങ്ങി നിർത്തുന്നു. What is the function of calyx? Calyx protect the flower when it is a bud. It hold the petal after the flower blooms. ഇപ്പോൾ കാലിക്സിൻ്റെ ധർമ്മം മനസ്സിലായല്ലോ. ഇനി ഈ ഭാഗം നോക്കൂ. Which is this part? ഏതാണ് ഈ ഭാഗം? നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. Yes, very good. Petals, ദളങ്ങൾ. ഈ ദളങ്ങളെ ചേർത്ത് നാം ഒരു പേര് പറയും. എന്താണത്? Yes, very good. ദളപുടം അഥവാ കൊറോള. കൊറോള provides color, fragrance and attractiveness to the flower. ദളപുടം പൂവിന് മണവും നിറവും ആകർഷകത്വവും നൽകുന്നു. ഇനി ഈ ഭാഗം നോക്കൂ. At the inside of the petals,
ദളങ്ങളുടെ ഉള്ളിലായി നാരുകൾ പോലെ ഇരിക്കുന്ന ഭാഗങ്ങളും അതിനുള്ളിൽ മുത്തുകൾ പോലെ ഇരിക്കുന്ന ഈ ഭാഗവും കണ്ടല്ലോ. നാരുകൾ പോലെ ഇരിക്കുന്ന ഈ ഭാഗമാണ് ഫിലമെന്റ് അഥവാ തന്തുകം. അതിനു മുകളിൽ മുത്തുപോലിരിക്കുന്ന പൂമ്പൊടി പറ്റിച്ചേർന്ന ഈ ഭാഗമാണ് ആന്തർ അഥവാ പരാഗി. ഫിലമെന്റും ആന്തറും ചേർന്നതാണ് സ്റ്റേമൻ അഥവാ കേസരം. കേസരങ്ങൾ ചേർന്നതാണ് കേസരപ്പുടം അഥവാ ആൻഡ്രീഷ്യം. പൂക്കളിലെ ആൺ ലിംഗാവയവമാണ് ആൻഡ്രീഷ്യം അഥവാ കേസരപ്പുടം. Androecium is the male reproductive part of the flower. ഇനി പൂവിനുള്ളിൽ മറ്റേതെങ്കിലും ഭാഗമുണ്ടോ? നമുക്ക് ഈ പൂവൊന്ന് മുറിച്ച് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വിതളങ്ങളെ നീക്കാം. At first we can remove the calyx. ഇനി നമുക്ക് ഇതിൻ്റെ ദളങ്ങൾ മാറ്റാം. ഇനി നമുക്ക് ഒരു മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഇതിൻ്റെ ഒത്ത നടുവിലൂടെ ഒന്ന് മുറിക്കാം. ഇവിടെ ഈ ഓവൽ ഷേപ്പിൽ കാണുന്ന ഭാഗമാണ് അണ്ഡാശയം അഥവാ ഓവറെ. ദിസ് ഈസ് ഓവറെ. ഇത് ഈ മുകളിൽ കാണുന്ന ഈ ഭാഗമാണ് പരാഗണസ്ഥലം അഥവാ സ്റ്റിഗ്മ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നന്നായി കാണാനായി പരാഗണസ്ഥലം ഞാൻ മുറിച്ച് മാറ്റിയിരുന്നു. ഇതാണ് പരാഗണസ്ഥലം അഥവാ സ്റ്റിഗ്മ. ഇത് അണ്ഡാശയം ഓവറെ, പരാഗണസ്ഥലം സ്റ്റിഗ്മ. ഈ രണ്ട് ഭാഗത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഈ നീണ്ട കുഴലാണ് ജനിതണ്ട് അഥവാ സ്റ്റൈൽ. ഇവ മൂന്നും ചേർന്നതാണ് അണ്ഡാശയവും ജനിതണ്ടും പരാഗണസ്ഥലവും ചേർന്നതാണ് ജനിപുടം അഥവാ ഗൈനീഷ്യം. പൂക്കളിലെ സ്ത്രീലിംഗാവയവമാണ് ഗൈനീഷ്യം അഥവാ ജനിപുടം. Gynecium is the female reproductive part of the flower. ഇനി പൂക്കളുടെ വിവിധ ഭാഗങ്ങളെ ഒന്നുകൂടി ഉറപ്പുവരുത്താനായി നമുക്ക് ഈ വീഡിയോ ഒന്ന് നിരീക്ഷിക്കാം. ഇതാണ് പെഡിസിൽ അഥവാ പൂഞ്ഞെട്ട്. പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു. ഇതാണ് തലാമസ് അഥവാ പുഷ്പാസനം. പുഷ്പാസനം പൂവിൻ്റെ ദളങ്ങൾക്കും മറ്റ് ഭാഗങ്ങൾക്കും ഇരിപ്പിടമൊരുക്കുന്നു. ഇതാണ് കാലിക്സ് അഥവാ വിതളങ്ങൾ. വിതളങ്ങൾ പൂ മൊട്ടായിരിക്കുമ്പോൾ അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. പൂ വിരിഞ്ഞു കഴിയുമ്പോൾ ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഇതാണ് കൊറോള അഥവാ ദളപുടം. ദളപുടം പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. ഇതാണ് ആൻഡ്രീഷ്യം അഥവാ കേസരപുടം. പൂക്കളിലെ ആൺലിംഗാവയവമാണ് ആൻഡ്രീഷ്യം. ഇതാണ് ആൻഡ്രീഷ്യത്തിൻ്റെ ഭാഗമായ സ്റ്റേമൻ. സ്റ്റേമന്റെ ഭാഗങ്ങളാണ് ഫിലമെന്റ് അഥവാ തന്തുകം, ആന്തർ അഥവാ പരാഗി. ഇതാണ് പൂക്കളിലെ സ്ത്രീലിംഗാവയവമായ ഗൈനീഷ്യം അഥവാ ജനിപുടം. ഇതാണ് ജനിപുടത്തിന്റെ 3 ഭാഗങ്ങൾ. ഇത് അണ്ഡാശയം അഥവാ ഓവറെ. ഇത് പരാഗണസ്ഥലം അഥവാ സ്റ്റിഗ്മ. അണ്ഡാശയത്തെയും പരാഗണസ്ഥലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ നീണ്ട കുഴലാണ് ജനിതണ്ട് അഥവാ സ്റ്റൈൽ. ഇതാണ് ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ. ഇത് കാലിക്സ് അഥവാ വിതളങ്ങൾ. ഇത് കൊറോള അഥവാ ദളപുടം. ഇത് ആൻഡ്രീഷ്യം അഥവാ കേസരപുടം. ഇത് ഗൈനീഷ്യം അഥവാ ജനിപുടം. All of you observe the video. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് പൂവിൻ്റെ വിവിധ ഭാഗങ്ങളെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കൂ. Now complete this table. All of you listen the table. എല്ലാവരും പട്ടിക ശ്രദ്ധിച്ചില്ലേ? Complete the table and send it to your subject teacher. പട്ടിക പൂർത്തിയാക്കി നിങ്ങളുടെ ബേസിക് സയൻസ് അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുമല്ലോ.
വാട്ട് ആർ ദ തിങ്സ് വി ഡിസ്കസ് ടുഡേ? എന്തൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്? യെസ്, ദ ഡിഫറൻസസ് ആൻഡ് ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഫ്ലവേഴ്സ്. പൂക്കൾക്കിടയിലുള്ള വ്യത്യസ്തതകളും സാമ്യതകളുമാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. വിച്ച് ആർ ദ ഡിഫറൻസസ്? ഏതൊക്കെയാണ് വ്യത്യസ്തതകൾ? യെസ്, കളർ, നമ്പർ ഓഫ് പെറ്റൽസ്, ബ്ലൂമിംഗ് ടൈം, സിംഗിൾ ഫ്ലവർ ഓർ ഇൻഫ്ലോറസൻസ്, സ്മെൽ, സൈസ്, ഷേപ്പ്, എക്സെട്ര. നിറം, ദളങ്ങളുടെ എണ്ണം, വിരിയുന്ന സമയം, ആകൃതി, വലിപ്പം എന്നീ കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ടെൽ മീ, വാട്ട് ആർ ദ സിമിലാരിറ്റീസ്? എന്തൊക്കെയാണ് സാമ്യതകൾ? യെസ്, ഇൻ പാർട്സ്, ഭാഗങ്ങളിൽ സാമ്യതകളുണ്ട്. വിച്ച് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് ഫ്ലവർ? ഏതൊക്കെയാണ് ഒരു പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ? യെസ്, പെഡിസിൽ അഥവാ പൂഞ്ഞെട്ട്, തലാമസ് പുഷ്പാസനം, വിതളങ്ങൾ അഥവാ കാലിക്സ്, കൊറോള അഥവാ ധളപുടം, ഗൈനീഷ്യം അഥവാ ജനിപുടം, ആൻഡ്രീഷ്യം അഥവാ കേസരപുടം. ദിസ് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് ഫ്ലവർ. എന്നിവയാണ് ഒരു പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഫ്ലവേഴ്സ് ആർ ഡിഫർ ഇൻ കളർ, സൈസ്, ഷേപ്പ്, എക്സെട്ര. പൂക്കൾ നിറം, മണം, ആകൃതി എന്നീ കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈച്ച് ഫ്ലവർ ഹാവ് സം കോമൺ പാർട്സ്. എല്ലാ പൂക്കൾക്കും ചില പൊതുവായ ഭാഗങ്ങളുണ്ട്. Each parts of a flower have their own functions. ഒരു പൂവിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. That are for today. ഇന്നത്തേക്ക് ഇത്ര മതി. Take care. Bye bye. Stay home. Stay safe. Thank you.